ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണ അറിയിച്ച് ജപ്പാനും യുഎഇയും സഞ്ജയ് ജായുടെയും ശ്രീകാന്ത് ഷിൻഡെയുടെയും നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ജപ്പാനിലും യുഎഇയിലും സന്ദർശനം തുടരുകയാണ്. കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം യാത്ര തിരിച്ചു. A lot of people and a lot of vested interests which are trying to create different stories. So the truth has to be told, and that is why delegations with leaders from different parties are being sent to many countries across the world to explain what has happened. See, these are all minor things who is to be sent or who the party wants to be sent. But I think the most important thing is that all of us stand together. രാകേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. രാകേഷ്, വളരെ പ്രധാനമായി പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഈ സർവകക്ഷികളെ അയക്കുക എന്നുള്ള നിർണായകമായ ഒരു നീക്കം നടത്തിയത്. അത് വിജയിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഇപ്പോൾ ഇതാ ജപ്പാനും യുഎഇയും പോരാട്ടത്തിൽ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലേ? അതെ, അങ്ങനെ വിലയിരുത്താം. കാരണം ഇന്ത്യ ഈ ദൗത്യം കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് ലക്ഷ്യം കാണുന്നു എന്ന് തന്നെ പറയാം. കാരണം രണ്ട് സംഘങ്ങളാണ് ഇതിനോടകം തന്നെ കൂടിക്കാഴ്ചകൾ ആരംഭിച്ചിട്ടുള്ളത്. അതിലൊന്ന് സഞ്ജയ് ഝാ നയിക്കുന്ന സംഘമാണ്. ആ സംഘം ജപ്പാനിലാണുള്ളത്. മറ്റൊന്ന് ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘമാണ്. അവർ യുഎഇയിലാണുള്ളത്. ഏതായാലും ജപ്പാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു ഇതിനോടകം തന്നെ സഞ്ജയ് ഝാ നേതൃത്വം നൽകുന്ന സംഘം. ആ കൂടിക്കാഴ്ചയിൽ ജപ്പാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന പ്രതികരണമാണ് ജപ്പാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. സമാനമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ യുഎഇയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ശ്രീകാന്ത് ഷിൻഡെ നേതൃത്വം നൽകുന്ന സംഘമാണ് ഇപ്പോൾ യുഎഇ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ അവിടെ മലയാളി അംബാസഡർ കൂടിയാണ് അവിടെ ഉള്ളത്. ജപ്പാനിലാണ് മലയാളി അംബാസഡർ ഉള്ളത്. യുഎഇയിലെ ഏതായാലും സന്ദർശനം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ യുഎഇ മന്ത്രിയുമായി കൂടിക്കാഴ്ച ഇതിനോടൊപ്പം നടത്തിയിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ നിരപരാധികളെ കൊന്നൊടുക്കിയ സംഭവത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നതയല്ല, അല്ലെങ്കിൽ മതം അല്ല ഘടകം. അത് ആ വിഷയത്തിൽ ഏതായാലും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന പ്രതികരണമാണ് യുഎഇയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ സന്ദർശനം നടത്തിയ രണ്ട് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ സംഘം കനിമൊഴി നേതൃത്വം നൽകുന്ന സംഘമാണ്. അവർ റഷ്യയിലേക്കാണ് ആദ്യം പോകുന്നത്. 11:00 ഈ സംഘം യാത്ര തിരിച്ചിട്ടുണ്ട്. ഭവ്യ. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് കോൺഗ്രസ് വീണ്ടും രംഗത്ത്. പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ കണ്ടെത്താൻ ഇതുവരെയായില്ല എന്നത് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറയുന്നു. തന്റെ ഇടപെടലിലാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചതെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് മറുപടിയില്ല. പ്രത്യേക സഭാ സമ്മേളനം വിളിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യവും അംഗീകരിച്ചിട്ടില്ലെന്നും ജയറാം രമേശ് പറഞ്ഞു. ഡൽഹിയിൽ ആക്രമണം നടത്താനുള്ള പദ്ധതി തകർത്ത് രഹസ്യാന്വേഷണ ഏജൻസികൾ. വിദേശിയടക്കം 2 പേരെ അറസ്റ്റ് ചെയ്തു. നേപ്പാൾ സ്വദേശി അൻസാറുൽ മിയ അൻസാരിയാണ് പിടിയിലായ വിദേശി. ഡൽഹിയിലെത്തിയ ഇയാൾ സൈനിക ക്യാമ്പുകളടക്കം തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തിയതായി ഡൽഹി പോലീസ് അറിയിച്ചു. റാഞ്ചി സ്വദേശിയായ അബ്ബാസ് അസമാണ് അൻസാറുൽ മിയ അൻസാരിക്ക് സഹായം നൽകിയത്. പാക് ഹൈക്കമ്മീഷനിലെ 2 മുൻ ഉദ്യോഗസ്ഥർക്കും ഇവരുമായി ബന്ധമുണ്ട്.